അസ്സലാമലൈക്കും. സുഹൃത്തുക്കളെ, നമ്മള് തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ചിലരൊക്കെ പാട്ടുപാടി, ചിലർ ആടി, ചിലർ കച്ചവടം നടത്തി, ഇതൊന്നും അല്ലാതെ ചിലർ വെറും യാചിച്ചു വരെ നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടി. ഇന്ന് ബീഹാറിൽ നിന്ന് മുംബൈയിലേക്ക് യാത്ര ചെയ്തപ്പോ കണ്ട കാഴ്ചയാണ് അതിദയനീയം എന്ന് പറയാം. 3 വയസ്സും 8 വയസ്സുള്ള 2 ചെറിയ കുട്ടികൾ തന്റെ അമ്മയുടെ ചെണ്ടതാളമേളങ്ങൾക്കനുസരിച്ച് തലകുത്തി മറിയുകയും ആടുകയും ചെയ്ത് ആളുകൾ ആകർഷിക്കുന്ന രീതി. ശേഷം അവരുടെ 2 പേരുടെ കയ്യിലും അവരുടെ അമ്മ 2 പാത്രങ്ങൾ നൽകിയ ആളുകൾക്കിടയിൽ നിന്ന് പൈസ സ്വരൂപിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഞാൻ ഇവരുടെ അമ്മയുമായി ഒന്ന് സംസാരിച്ചു. അപ്പൊ അമ്മ പറഞ്ഞത് 5 മക്കളുണ്ട് മൊത്തത്തിൽ, 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും. അതിൽ വലിയ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ഭർത്താവ് രോഗിയായി കിടപ്പിലാണ്, ട്രാക്ടർ ഡ്രൈവർ ആയിരുന്നു, പക്ഷെ എന്തോ പ്രശ്നം പറ്റി ഭയങ്കര കിടപ്പിലാണ്. ഈ കുടുംബം നോക്കിയ ഈ അമ്മ മാത്രം. ഈ 8 വയസ്സായ കുട്ടി സ്കൂളിൽ കൂടി പോകുന്നില്ല, കാരണം അമ്മയുടെ കൂടെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണം. 1.5 ദിവസം ഇടപെട്ടിട്ടാണ് ഇവര് ഇങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടിക്ക് ഇറങ്ങുന്നത്. ഇത് ദയനീയം. ഞാനിതുവരെ പരിഹസിക്കാനോ ഇവരെ കളിയാക്കാനോ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ആളുകളും നമുക്കിടയിൽ ജീവിക്കുന്നവരുണ്ട്. ഇവരെ നമ്മൾ കൈയൊഴിഞ്ഞു പോകാതെ ഇവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പറ്റുന്ന രീതിയിൽ സഹായിക്കണം.